ജഡ്ജസ്, എനിക്കൊരു ചെറിയ ചാറ്റിനുള്ള സമയം ഉണ്ടാകുമോ? പിന്നെ ജോയോടാണ് ചോദ്യം. ജനറൽ നോളജ് ആണോ? അല്ലല്ലല്ല, ആണോ ചോദിക്കണം? അതെ, കാഷ്വൽ. അത് ഡേനിന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ടല്ലോ. ജീവിതത്തിൽ നിന്ന് വലിച്ചു കീറിയെടുക്കുന്ന ചില ഏതാനും ഏടുകൾ, അത്രേ ഉള്ളൂ. കീറിയെടുക്കുന്ന. ഓക്കെ, ചോദിക്കട്ടെ. ചോദിക്കൂ. ഇപ്പൊ നേരത്തെ ജഡ്ജ്മെന്റിന് നേരത്ത് ജോ പറഞ്ഞിരുന്നല്ലോ, ഈ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ്സ് അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ടുള്ള പെർഫോമൻസിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ കിട്ടും. അതെ. അപ്പോ വളരെ ചെറുപ്പത്തിലാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്, ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ ആ ഒരു പ്രായത്തില് നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ എത്രാം വയസ്സിലായിരുന്നു കറക്റ്റ്? ഞാൻ 5 വയസ്സിൽ. 5 വയസ്സിലാണ് വടക്കം വീരഗാഥ എന്ന് പറയുന്ന എപ്പിക് മൂവിയിൽ അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കുമ്പോ എന്തായിരുന്നു ആ സമയത്ത് പാരന്റ്സ് കൂടെ തന്നെ നിന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെയായിരുന്നു? അതോ ഡയറക്ടർ തന്നെയായിരുന്നു ഫുള്ള്? ഡയറക്ടർ കേട്ടത് അങ്ങനെ തന്നെ? ഡയറക്ടർ ആ ഒരു സ്ഥാനത്ത് ഹരിഹരൻ സാർ അല്ലാതെ വേറെ ആർക്കും ഒന്നിനും ഒരു സ്ഥാനമില്ല. ഹരിഹരൻ സാർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു. എന്നാലും കുട്ടികൾ എന്ന നിലയിൽ നമുക്ക് ചില വാശികൾ, കരച്ചൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ സാർ പിന്നെ ജാനകിക്കുട്ടി അഭിനയിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഒന്നാമത് ആ ഒരു ഏജില് ഹരിഹരൻ സാർ ആരാണെന്നോ, സാറ് എത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്ര വലിയൊരു ഡയറക്ടർ ആണെന്നോ, MT സാർ ആരായിരുന്നോ, അങ്ങനെയുള്ള ഒരു നമുക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കര കൂളായിരുന്നു. സാറ് പറയായിരുന്നു ഞാൻ എല്ലാവരുമായിട്ട് വഴക്കിടുമായിരുന്നു. അവിടെയുള്ള എന്റെ കൂടെ അഭിനയിച്ച വിനീത്, അങ്ങനെ എല്ലാവരുമായിട്ട് അതെ അതെ എല്ലാവരുമായിട്ട് വഴക്കിടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വിനീത് പിന്നെ കാണുമ്പോ പറയുന്നത് എന്നെ ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞാൻ ഭയങ്കര ടെററായിരുന്നു. പിന്നെ വിനീത് പറയായിരുന്നു അതിനകത്ത് ആ താലി കെട്ടുന്ന ഒരു സംഭവം. അപ്പൊ വിനീതിന് പേടിയായിരുന്നു, ഇനി ഭാവിയിൽ എങ്ങാനും ഇത് കെട്ടിയതുകൊണ്ട് ശരിക്കും അവൾ എന്നെ കഴുത്തിൽ കുരുങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. വിനീത് വന്ന ചെറുതല്ലേ? വിനീതൻ ചെറുതായിരുന്നു, എന്നെക്കാളും ചിലപ്പോ ഒരു 1-2 വയസ്സ്. ആ സിനിമയിലെ ആ ഒരു ചെറിയൊരു ഫോട്ടോ കണ്ടാലോ? എങ്ങനെയാണ് വിനീതേട്ടനും ജോയും എങ്ങനെ ഇരുന്നു എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ. കണ്ടോ എന്റെ കണ്ണ് കണ്ടോ? ഫുഡിലോട്ട് തന്നെയാണ് കണ്ടോ? വിനീത് പാവം, ആ ഫോട്ടോ കാണുമ്പോ തന്നെ അറിയാലോ. അതെ, അപ്പൊ കറക്റ്റ് സ്ഥലത്താ എത്തിയിരിക്കുന്നത്. ആ ഇരിപ്പിലുണ്ട് രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ഒരു ഭക്ഷണത്തിനോടാണ് ഇഷ്ടം. കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അടി മുഴുവൻ ഭക്ഷണമാണ് കുറച്ചേരം. ഓക്കെ. അതിലുള്ളത് വല്ല വായിലിട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, പഴം വായിലിട്ടിട്ടുണ്ട്. അത് എവിടെയോ വായിൽ കുടുങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. വിനീതനെ മോൻ കണ്ട എന്തൊരു പാവായിട്ടായിരിക്കണം. ശരിക്കും വിനീത് അന്നും ഇന്നും വളരെ പാവാണ്, വളരെ പാവം കുട്ടിയാണ്. താങ്ക് യു. അപ്പൊ ഇനിയും ഇതേപോലെ ജീവിതത്തിലെ ഏതാനും വലിച്ചു കീറിയ ഏതാനും എന്തൊക്കെയാ പറയുന്നത് അതുമായിട്ട് ഞാൻ വീണ്ടും വരാം.